ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഹുവായിൻ്റെ ഒരു ഫോൺ നോ സിം എന്നാണ് കാണിക്കുന്നത്. സിം ഇട്ടാലും നോ സിം എന്ന് കാണിക്കുന്നത്. സിം ഇട്ടുകണെന്നുള്ള ഒരു യാതൊരു കാര്യങ്ങളോ ഇതൊന്നോ ഈ ഫോണിൽ കാണിക്കുന്നില്ല. ഡിസ്പ്ലേ മാറ്റിയാണ്ട് ചെക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രശ്നം നമ്മൾ നേരിടുന്നത് കണ്ടത്. അപ്പോൾ കസ്റ്റമറോട് നമ്മൾ ചോദിച്ചു, ഇത് ഇങ്ങനെയാണ് പ്രശ്നം, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കസ്റ്റമർ നമ്മൾ സിം ഇടാതെ പിന്നെ എന്തായാലും ഡിസ്പ്ലേ മാറ്റിയിട്ട് കാര്യമില്ല, സിമ്മിന് ഇത്ര എമൗണ്ട് നമ്മൾ പറഞ്ഞു ചെയ്തു. അപ്പോൾ കസ്റ്റമർ ഓക്കെ എന്ന് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എങ്ങനെ നോക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ IMEI നോക്കി, ഇതിൻ്റെ ബാക്കി നമ്മൾ ഒരു സിമ്മിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ A to Z ഉള്ള കാര്യങ്ങൾ നോക്കണം. IMEI ബ്ലാക്ക് ലിസ്റ്റഡ് ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ ആൻറ്റിനപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫുൾ ചെക്ക് ചെയ്യണം. അതേപോലെ ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലോക്ക് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സിം വർക്ക് ചെയ്യാതിരിക്കുക, സിം ലോക്ക് അങ്ങനെയുള്ള ഓരോ നോട്ടിഫിക്കേഷനും മെസ്സേജൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇതിൻ്റെ ആൻറ്റിനക്കും പ്രോബ്ലം ഉണ്ടായിരുന്നു. ആൻറ്റിന പ്രശ്നം കൊണ്ട് ഒരിക്കലും നോ സിം എന്ന് കാണിക്കില്ല. നോ സിം എന്ന് കാണിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ സിം ഇട്ടിട്ട് സിമ്മിൻ്റെ സിഗ്നൽ ഒരിക്കലും ഈ ഒരു ഫോണിലേക്ക് വരുന്നില്ല. സിം ഇട്ടുകണ് എന്നുള്ളതിൻ്റെ ഒരു വോൾട്ടേജോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണക്ഷൻ മിസ്സിങ് ആവുമ്പോഴാണ് ഇങ്ങനെ വരാറുള്ളത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബോർഡ് അയച്ചിട്ട് ചെക്ക് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ കുറച്ച് കണക്ഷൻസ് നമുക്ക് എന്ത് ചെയ്തു മിസ്സിങ് ഉള്ള പോലെ തോന്നി. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഈ ബോർണിയോ ആപ്പിൽ നോക്കുന്ന സമയത്ത് ഈ ഭാഗത്തേക്ക് ഇതിൻ്റെ ഓവറായിട്ടുള്ള ഒരു കണക്ഷൻ, സാധാരണ ഇതിൽ വരുന്നൊരു കണക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് 700 സംതിങ് അതേപോലെ 600 സംതിങ് എന്നുള്ള വാല്യൂ ആണ് മൾട്ടിമീറ്ററിൽ കാണിക്കേണ്ടത്. പക്ഷേ അതിലാറ് വാല്യൂ ആണ് നമുക്ക് മൾട്ടിമീറ്ററിൽ കാണിച്ചത്. ഈ ഒരു VCC പറഞ്ഞിട്ടുള്ള ഒരു കണക്ഷൻ കണ്ടോ, ആ VCC പറഞ്ഞിട്ടുള്ള കണക്ഷനാണ് നമുക്ക് എന്ത് ചെയ്തു ഓവറായിട്ടുള്ള വാല്യൂ കാണിക്കുന്നത്. അത് 460 അവിടെ എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത്. പക്ഷേ നമുക്ക് 2000 സംതിങ് ആണ് അവിടെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കണക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യുക, ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ ആ കണക്ഷൻ എങ്ങനെയാണ് പോകുന്നത്, എവിടേക്കാണ് പോകുന്നത്, ഏത് ഭാഗത്തേക്കാണ്, എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ബോർണിയോയിൽ ബിറ്റ് മാപ്പ് വെച്ചുകൊണ്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒന്നും കൂടി കൺഫേം ചെയ്യാനും വേണ്ടി മൾട്ടിമീറ്റർ വെച്ച് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാണ് എങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. ഇത് കണ്ട 2000 സംതിങ് ആണ് വാല്യൂ അവിടെ കാണിക്കുന്നത് ആ ഒന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് എന്തായാലും അബ്നോർമൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണെന്ന് മനസ്സിലായി. അതേപോലെ ഈ ഒരു ഭാഗം കണ്ട ആ സിമ്മിൻ്റെ ഉള്ളിൽ ആ ട്രേ കൂടിയാണ് നമ്മൾ ഇതൊക്കെ എല്ലാം ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് റെഡി ആക്കണം. ഇതെങ്ങനെയായാലും കസ്റ്റമർ പറഞ്ഞു ഡിസ്പ്ലേ മാറ്റുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ സിമ്മ് വർക്ക് ചെയ്യുന്ന രൂപത്തിലാക്കണം, ആക്കാതെ നിങ്ങൾ ഇത് തന്നിട്ട് കാര്യമില്ല, ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തായാലും അത് ശരിയാക്കണം. എന്താ വെച്ചാൽ കസ്റ്റമർ പറഞ്ഞത് ന്യായമുള്ളൊരു കാര്യമാണ്. എന്താ വെച്ചാൽ നമ്മൾ ഡിസ്പ്ലേ മാറ്റി കൊടുത്തിട്ട് പിന്നെ അവർക്ക് സിം ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. കസ്റ്റമർ പറഞ്ഞത് ന്യായമാണോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കണക്ഷന് നമുക്ക് ഇവിടുന്ന് വാല്യൂ കിട്ടി, ഇതിൻ്റെ ഇപ്പുറത്തേക്ക് ഒരു കണക്ഷൻ വേറെ വരുന്നുണ്ട്. അത് കറക്റ്റ് മനസ്സിലാക്കാൻ നമുക്ക് ബിറ്റ് മാപ്പ്, ബോർണിയോയിൽ തന്നെ ബിറ്റ് മാപ്പ് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു കണക്ഷൻ ഇരുന്നാൽ മിസ്സിങ്, ഈ കണക്ഷൻ നേരെ വരുന്നത് ഇവിടുത്തെ ഒരു റെസിസ്റ്ററിലേക്കാണ്. ആ റെസിസ്റ്ററിൻ്റെ ഒരു കണക്ഷൻ പോകുന്നത് പവർ ICയിലേക്കാണ്. ആ പവർ ICൻ്റെ ആ ഭാഗത്ത് നമുക്ക് കണക്ഷൻ ഉണ്ടോ കണക്ഷൻ ഇല്ലേ എന്നുള്ളത് എന്ത് ചെയ്യണം, ഈ ഭാഗത്ത് കണക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ഓക്കെയാണ്. അപ്പോൾ എന്തായാലും പവർ ICൻ്റെ ഇഷ്യൂ ആവാം എന്ന് നമ്മൾ എന്ത് ചെയ്തു നോക്കി. അപ്പോൾ അവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് മൾട്ടിമീറ്റർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ഭാഗത്ത് വാല്യൂ കിട്ടുന്നുണ്ട്, വാല്യൂ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് പവർ ICൻ്റെ ഇഷ്യൂ അല്ല, പവർ IC ഓക്കെയാണ്. ഇത് വാല്യൂം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, 500 സംതിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പവർ ICൻ്റെ അടുത്തുള്ള ആ ഒരു കമ്പോണൻസും അവിടുന്ന് പവർ ICൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു കണക്ഷനും അവിടെ എന്ത് ചെയ്യണം പക്കായിട്ട് ഓക്കെയാണ്, അതിന് യാതൊരു പ്രശ്നമില്ല. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു സെക്ഷൻ നമ്മൾ കണ്ടെത്തി. ആ സെക്ഷനിലേക്ക് വേറെ അതിൻ്റെ സെക്കൻഡ് റൂട്ടായിട്ട് വേറെ വരുന്നുണ്ട്. ആ സെക്കൻഡ് റൂട്ടിൽ നോക്കുമ്പോഴാണ് അവിടെ റെസിസ്റ്റർ മിസ്സിങ്. ഞാൻ ഈ കാണിക്കുന്ന ഈ ഭാഗത്ത് ഒരു റെസിസ്റ്റർ മിസ്സിങ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ആരോ എന്താ ഷീൽഡ് ഊരിയപ്പോൾ എന്തോ ആവാം അവിടുന്ന് മിസ്സായിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്തു, ഇതേപോലെ ഷോർട്ട് ചെയ്ത് കൊടുത്തു. അതാണെങ്കിൽ നമുക്ക് വാല്യൂ അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് 1K ഒരു റെസിസ്റ്റർ ആയതുകൊണ്ട് നമുക്ക് ഷോർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു 1K റെസിസ്റ്ററിൻ്റെ ആ ഭാഗം നമ്മൾ ഷോർട്ട് ചെയ്ത് കൊടുത്തു. അതേപോലെ ആൻറ്റിനൻ്റെ ആ പ്രശ്നം ഉണ്ടായിരുന്നു, അത് നമ്മൾ എന്ത് ചെയ്തു, അത് ജമ്പർ അടിച്ചു, ക്ലിയർ ചെയ്ത് ഇനി സിമ്മ് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഇത് ഓൺ ആക്കിയിട്ട് എന്താണ് നോക്കുക. അങ്ങനെ സിം ഇട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ 4G റേഞ്ച് കാണിച്ച് എല്ലാം ഓക്കെയാണ്. അതിൻ്റെ ആൻറ്റിന കണക്ഷനും ഇതിൻ്റെ സിമ്മ് എടുക്കുന്നുണ്ട്. നേരത്തെ നമുക്ക് കാണിച്ചിരുന്നത് നോ സിം എന്നാണ്. നോ സിം എന്ന് പറയുമ്പോൾ നമ്മൾ സിം ട്രേയിൽ ഇട്ട് സിം എന്ത് ചെയ്യുന്നത് ഡിക്റ്റേറ്റ് ചെയ്യുന്നില്ല, ആ ഒരു ഐഡൻറ്റിറ്റി ചെയ്യുന്നില്ല ഫോൺ. ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഒരിക്കലും ആൻറ്റിനൻ്റെ ഒരു പ്രശ്നം മാത്രമായിട്ട് നമ്മൾ കണക്കൂട്ടുക. ആൻറ്റിനക്ക് ഒരിക്കലും നോ സിം എന്നല്ല കാണിക്കുക, നോ സർവീസ് ആയിട്ടാണ് കാണിക്കുക, അല്ലെങ്കിൽ ഒരു കട്ടായിട്ടോ
അല്ലെങ്കിൽ സിം ഇട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി റേഞ്ച് തീരെ എടുക്കാതാവുക, കോള് വരാതാവുക, സിമ്മിൻ്റെ ചെറിയ ഒരു കട്ടായിട്ട് കാണിക്കുന്നുണ്ടാവും, പക്ഷേ ഒരു എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു പറഞ്ഞ കോള് വരുന്നില്ല. അങ്ങനെയൊക്കെ ഇഷ്യൂ ആണ് ഈ ആൻറ്റിനിൻ്റെ പ്രശ്നങ്ങൾ അധികം വരാറുള്ളത്. സോ ഇത് നമുക്ക് സിം എടുക്കാതെ ഒരു പ്രശ്നമായതുകൊണ്ട് നമുക്ക് ഏകദേശം മനസ്സിലായി ഇത് എന്തായാലും ആൻറ്റിനിൻ്റെ പ്രോബ്ലം അല്ല, ബോർഡിൻ്റെ ഇഷ്യൂ ആണെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് ബോർണിയോ എന്നുള്ള ആപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ കണക്ഷനും അതിൻ്റെ ഏത് ഭാഗത്തേക്കാണ്, എങ്ങനെയാണ്, ഏത് റൂട്ടാണെന്നൊക്കെ നോക്കി നമുക്ക് എന്ത് ചെയ്തു, ഇത് ഐഡൻറ്റിറ്റി ചെയ്തു. ഇതിൻ്റെ ഭാഗം, ഇതിൻ്റെ റെസിസ്റ്ററൊക്കെ മിസ്സിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം റെഡിയാക്കി സെറ്റാക്കി ഇതേപോലെ കസ്റ്റമർ കൊടുത്തു. കസ്റ്റമർ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇത്ര പെട്ടെന്ന് റെഡിയാക്കി കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രേക്ഷകർക്കായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.